ഒരു വലിയ വിശേഷമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താടാ? കല്യാണക്കാര്യം തന്നെ. ഋതുമോളുടെയും അശ്വിന്റെയും വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് തീയതി നിശ്ചയിക്കാനാണ് ഞങ്ങൾ വന്നത്. അല്ല, എൻഗേജ്മെന്റ് ഒക്കെ ഇത്ര ധൃതി പിടിച്ച് നടത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ അവളുടെ എക്സാമിനെ കുറിച്ച് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് നിശ്ചയം നടത്തിയാ പോരെ? നിന്റെ പേടി എനിക്ക് മനസ്സിലായി. പ്രതാപ, ഋതുമോൾ എക്സാമിൽ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവളൊരു സബ്ജക്ട് മാറി എഴുതിയെന്നല്ലേ ഉള്ളൂ. ആദ്യ പ്രാവശ്യം അവൾ സുഖമായിട്ട് എഴുതി ജയിക്കും. ദേ, അശ്വിൻ ലീവിന് നാട്ടിലെത്തുന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് നിശ്ചയം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ബാക്കിയൊക്കെ തന്റെ ഇഷ്ടം. ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കേ. ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളില്ലേ പ്രതാപ? ഞാനേ നമ്മുടെ ജോത്സ്യനെ ഒന്ന് വിളിപ്പിക്കാം. ജോത്സ്യം വരട്ടെ. പിന്നെ അശ്വിന്റെ ജാതകം നിങ്ങൾ ഇവിടെ ഒന്ന് എത്തിക്കണം. ജാതകപ്പെടുത്തം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തു പറയുന്നു? ഞങ്ങളൊരു ജോത്സ്യരുടെ അഭിപ്രായം ചോദിച്ചിട്ടാണ് വന്നത്. അങ്ങനെ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ പരമേശ്വര. ജാതകപ്പൊരുത്തം കൃത്യമായിട്ട് നോക്കണം. ഇത് ഋതുമോളുടെ ജീവിതത്തിന്റെ കാര്യമാ. വർഷങ്ങളായി ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കായംകുന്നത്ത് തിരുമേനിയാ. അല്ല, തിരുമേനിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? പ്രസിദ്ധനാ. തിരുമേനി കവടി നിർത്തി കാര്യം പറഞ്ഞ അത് അച്ചട്ടാ. തിരുമേനിയെ വിളിച്ചു വരുത്തി ഋതികയുടെയും അശ്വിന്റെയും ജാതകപ്പൊരുത്തം നോക്കിയിട്ട് നമുക്ക് എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ശരിയാ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. തിരുമേനി പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ജോത്സ്യനെ അമ്മ തന്നെ വിളിച്ചു വരുത്തി ഋതികയുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവാണോ? ഈ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? സാധ്യമാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ജോത്സ്യരെ വിളിച്ച് ജാതക പൊരുത്തം നോക്കിയിരിക്കാം. എന്തു പറയുന്നു? എന്നാ അങ്ങനെ. ചേച്ചി, ജോത്സ്യനെ വിളിച്ചോ? Total pressure which we can also measure. രാജു, ചെക്ക് ചെയ്തോ? 2 ചാപ്റ്ററും തീർന്നോ? തീർന്നു. ഇത്ര പെട്ടെന്നോ? ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ. ട്യൂഷൻ സാറ് മോശമല്ലല്ലോ. ഗുഡ്. ഇവിടെ എന്താടാ നനഞ്ഞു കിടക്കുന്നത്? അത് ആ രമ്യ കാണിച്ച പണിയമ്മേ. അവൾക്ക് ഈയിടെയായിട്ടേ ഇത്തിരി കൂടുന്നുണ്ട്. അമ്മ ഒന്ന് പറഞ്ഞു നിർത്തിയാ നന്നായിരിക്കും. നീ ഇനി ആ കുട്ടിയോട് വഴക്കിനൊന്നും പോണ്ട. രമ്യയോട് ഞാൻ പറഞ്ഞോളാം. നമ്മളെ ചായ കുടിക്കേ. താങ്ക് യു. അമ്മ ഇന്ന് സ്പെഷ്യൽ ഗെറ്റപ്പിലാണല്ലോ. വൗ, എന്ത് നല്ല ചായ ഇത്. ഞങ്ങളുടെ വീട്ടിലെ സെർവൻസും ചായ ഉണ്ടാക്കും, പക്ഷേ കൊള്ളില്ല. യാമിനി ചെറിയമ്മ ഉണ്ടാക്കുന്ന ചായയായിരുന്നു എന്റെ ഫേവറേറ്റ് ചായ. പക്ഷെ ഇനി മുതൽ ഇതാണ് എന്റെ ഫേവറേറ്റ്. രാധമ്മ എന്ത് ചേർത്തിട്ടാ ഈ ചായക്ക് ഇത്രയും സ്വാദ്? സ്നേഹം. സ്നേഹോ? അതെ, സ്നേഹം തന്നെ. ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോ ചായക്കിടാൻ മധുരയില്ലെങ്കിൽ ചായ ഇട്ട് തന്നിട്ട് അമ്മ ഞങ്ങളോട് പറയും, മോനെ മക്കളെ, ഇത് മധുരയില്ലാത്ത ചായയാണ്, പക്ഷേ അമ്മ ഇതില് സ്നേഹം ചേർത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആരാണോ ആദ്യം ചായ കുടിച്ച് തീർക്കുന്നത്
അവർക്കായിരിക്കും അമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഞാനും ചേച്ചിയും ശ്രീയും കൂടി മത്സരിച്ചങ്ങ് ചായ കുടിക്കും. ഒന്ന് പോടാ അവിടുന്ന്. ശരിയാ, അമ്മമാര് സ്നേഹത്തോടെ തരുന്നതിനെല്ലാം ഇതുപോലെ സ്വാദായിരിക്കും അല്ലേ രാജു? ഞാനിതുവരെ എന്റെ അമ്മയെ കണ്ടിട്ടുമില്ല, അമ്മ ഉണ്ടാക്കിയതൊന്നും കഴിച്ചിട്ടുമില്ല. അയ്യോ, രാധമ്മ വിഷമിക്കണ്ട. രാധമ്മ ഉണ്ടാക്കി തന്ന ആഹാരവും ദേ ഈ ചായയൊക്കെ കുടിക്കുമ്പോഴാ എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതിന്റെ സ്വാദ് എന്താണെന്ന് മനസ്സിലാവുന്നത്. താങ്ക്സ് രാധമ്മേ. ആ ഗ്ലാസിങ് തന്നേക്ക് മോളെ. അത് മാഡം, ഗ്ലാസ് അമ്മയുടെ കയ്യിൽ കൊടുക്ക്. രാജു ഇതിൽ ഇടപെടണ്ട. ഞാൻ ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കാനൊക്കെ എനിക്കറിയാം. അല്ല, എന്താ മോളെ ഈ പറയുന്നത്? മോൾ ഗ്ലാസ് കഴുകാനോ? അതൊന്നും വേണ്ട. അതെന്താ ഞാൻ ഗ്ലാസ് കഴുകിയാല്? രാധമ്മ എന്നെ മോളെ പോലെയല്ലേ കാണുന്നത്? അതെ. അപ്പൊ ഈ മകൾക്ക് ഇവിടുത്തെ കിച്ചണിൽ കയറി ചായ കുടിച്ച ഗ്ലാസ് കഴുകാനുള്ള അവകാശം പോലും ഇല്ലേ? ഈ കുട്ടി രാധമ്മമാർക്ക് കൊട്ടാരത്തിലെ രാജകുമാരിയാ, എന്നാലും എന്തൊരു എളിമയാ. ഋതികമ്മയുടെ ഒരു പാവമാണമ്മേ. പാവം മാഡത്തിന് അമ്മയുമില്ല. വർമ്മ സാറാണെങ്കിൽ ഋതിക മാഡത്തിനോട് ഒരു അടുപ്പവും സ്നേഹവും കാണിക്കുന്നുമില്ല. പാവം രാജു, വർമ്മ സാറ് ഋതിക മോളെ നിന്നെ ഏൽപ്പിച്ച് വിടണമെന്നുണ്ടെങ്കിൽ നിന്നോട് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാ. കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ആ കുട്ടിയെ കാത്തോളണം. ശരിയമ്മേ. ശ്രീ, ശ്രീ, ഋതു, നിനക്ക് എന്തു പറ്റി ശ്രീ? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നിന്നെ ശ്രദ്ധിച്ചു. നിന്നെ ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. പറ ശ്രീ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മോളെ, അവൾക്കേ 1-2 ദിവസമായിട്ട് സുഖമില്ല. തലവേദനയാണ്, പനിയാണെന്നൊക്കെയാണ് പറയുന്നത്. പനിയോ? ഹേയ്, ശ്രീക്ക് പനിയൊന്നുമില്ലല്ലോ. അല്ല, ഇത് അങ്ങനെ എപ്പോഴും വരുന്ന പനിയല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. ശ്രീ, നീ വാ, നമുക്ക് ആശുപത്രി പോവാം. ഋതു, എനിക്കിപ്പോ പനിയൊന്നുമില്ല. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ ചെന്ന് പഠിക്ക. ശ്രീ, അമ്മേ, ഈ ശ്രീക്ക് എന്താ പറ്റിയേ? ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ ആദ്യമായിട്ടാ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുന്നേ. അത് മോളെ, അവൾക്ക് ആശുപത്രി പോകുന്ന പണ്ടേ ഇഷ്ടയില്ല. മോള് വാ. നമസ്കാരം. 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 തിരക്കിട്ട് വിളിപ്പിച്ചതിന് ക്ഷമിക്കണം. അതെ, വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാ വേഗം വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. നേരവും കാലവും കർമ്മവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. സാക്ഷാൽ സൃഷ്ടികർത്താവല്ലേ. ഓ, ഒരു ദേവപ്രശ്നം ഉണ്ടായിരുന്നു കിഴക്ക്. അത് പൂർത്തിയാക്കി
ഇല്ലത്തേക്ക് എത്തിയപ്പോളാ ഇവിടെ നിന്ന് വിളി വന്നേ. ഇവിടത്തെ കുട്ടിയുടെ കാര്യായോണ്ടേ എങ്ങനാ പിന്നത്തേക്ക് നീട്ടിവെക്ക. അതുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. എങ്കിൽ പിന്നെ സമയങ്ങളേണ്ട, വരൂ. ആ അമ്മേ ഭഗവതി. അശ്വിൻ നാളെ ഉത്രാടം, ഋതിക കാർത്തിക നക്ഷത്രം. ആ പൊരുത്തമുള്ള ജാതകങ്ങളാ. ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. വിവാഹശേഷം വിദേശത്തേക്ക് പോകാനല്ലേ തീരുമാനം? അതെ അതെ. പെൺകുട്ടിയുടെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം കാണുന്നുണ്ട്. പക്ഷേ അമ്മേ, ചില തടസ്സങ്ങൾ കാണുന്നുണ്ടല്ലോ. ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രാർത്ഥനയിലൂടെ മാറാവുന്ന തടസ്സങ്ങളേ ഉള്ളൂ. ഏതൊരു ശുഭകാര്യത്തിനും ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നത് സാധാരണമാ. ഏറ്റവും ഉചിതമായൊരു ദിവസം ഞാൻ പറയാം. ജാതകവശാൽ ഈ വരുന്ന ജനുവരി 16-ന് നിശ്ചയം നടത്തുന്നതാണ് ശുഭം. നോ, എന്താടോ, എന്തു പറ്റി? വേറെ ഏത് ദിവസം വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ അന്ന് ആ ദിവസം മാത്രം പറ്റില്ല. എന്താ അമ്മ അമ്മാവൻ ഇങ്ങനെ പറയുന്നേ? ആ ദിവസം എന്താ പ്രശ്നം? അന്നേ ഋതികയുടെ ബർത്ത്ഡേയാ. അതിന് പറയാം. എന്താടോ, എന്താ പ്രശ്നം? എന്താ വർമ്മ സാറേ ഇത്? എന്തിനാ ഈ ടെൻഷൻ? അന്നല്ലേ പെൺകുട്ടിയുടെ പിറന്നാള്. അതാണ് പ്രശ്നം. അന്ന് അവളുടെ പിറന്നാൾ മാത്രമല്ല, ആ ദിവസം ഞാൻ ഏറ്റവും വെറുക്കുന്നേ. ശരി, നോക്കട്ടെ. ജനുവരി 16-ന് ശേഷം മറ്റൊരു ദിവസം വിവാഹ നിശ്ചയത്തിന് പറ്റുന്നത് 4 മാസത്തിന് ശേഷമാ. വധൂവരന്മാർ ജനിച്ച മലയാള മാസത്തിൽ വിവാഹം പാടില്ല. കുംഭം, മീനം, മേടം, ഇടവം. ഇടവമാസം, അതായത് മെയ് 15-ന് ശേഷമേ പിന്നൊരു നല്ല മുഹൂർത്തമുള്ളൂ. അപ്പോഴേക്കും അശ്വിന്റെ ലീവൊക്കെ കഴിയും. പ്രതാപ, തന്റെ മാനസിക ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ താൻ ഞങ്ങളുടെ സാഹചര്യം കൂടെ ഒന്ന് മനസ്സിലാക്ക്. ഋതിയുടെ പിറന്നാൾ ദിവസം തന്നെ അവരുടെ നിശ്ചയം നടന്നാൽ അതവർക്ക് മറക്കാനാവാത്ത ഓർമ്മയാവില്ലേ?
ആ ദിവസം നിശ്ചയം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമേ നമുക്ക് കുട്ടികളുടെ വിവാഹം നടത്താനാവൂ. അതൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, എന്നാ അങ്ങനെ നടക്കട്ടെ. ഋതുമോള് ട്യൂഷൻ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? മോളെ കണ്ടിട്ടേ ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. അതെ, താൻ മോളെ വിളിക്ക്. എങ്കിൽ അടുത്ത് എഴുതിക്കോ. ഹലോ സാർ. രാജു, നീ അത്യാവശ്യമായിട്ട് ഋതികയും കൂട്ടി ഇവിടേക്ക് വരണം. ഇവിടെ ശ്രീകലയും പരമേശ്വരൻ എത്തിയിട്ടുണ്ട്. ഋതികയുടെ നിശ്ചയത്തിന്റെ ദിവസം ഫിക്സ് ചെയ്തു. ഋതികയെ കണ്ടിട്ടേ ഇറങ്ങുള്ളൂ എന്നാണ് അവര് പറയുന്നത്. ശരി സാർ, ഞാൻ ഉടനെ വരാം. ഋതിക മാഡത്തിനോട് എന്ത് പറയും? നടക്കാൻ പോകുന്ന വിവാഹകാര്യത്തെക്കുറിച്ച് ഋതിക മാഡത്തിനോട് പറഞ്ഞ അതോടെ എല്ലാം തീരും. മാഡം കരയാൻ തുടങ്ങും. പിന്നെ മാഡം മാനസിക സംഘർഷത്തിലാവും. എക്സാമിന് പ്രിപ്പയർഡ് ആവില്ല. എന്താ ഒരു വഴി? രാജു, നമുക്ക് 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അല്ല മാഡം, മാഡം വേണ്ട മാഡം, നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. നമുക്ക് പോവാം. രാജു എന്തേ പറയുന്നേ? ഇന്ന് പുതിയതായിട്ട് ഒരു ചാപ്റ്റർ പോലും നമ്മൾ തുടങ്ങിയില്ല. ആ പെണ്ണ് വന്ന് എല്ലാം നശിപ്പിച്ചു. ഒരു ചാപ്റ്റർ എങ്കിലും മുഴുവനായിട്ട് തീർത്തിട്ടെ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. ഞാൻ എക്സാമിന് ജയിച്ചാലേ അച്ഛൻ എന്നെ മുന്നോട്ട് പഠിപ്പിക്കും. രാജുനറിയാലോ, എന്റെ കല്യാണം നടത്തണമെന്നുള്ള ചിന്ത അച്ഛന്റെ മനസ്സിൽ നിന്ന് പോണെങ്കിൽ ഞാൻ ഫുൾ മാർക്ക് മേടിച്ച് ഈ സപ്ലിമെന്ററി എക്സാം ജയിക്കണം. ഞാൻ മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ പറയണം, ആ ഋതിക മുന്നോട്ട് പഠിക്കട്ടെ. ഇനിയിപ്പോ കല്യാണ ആലോചനയൊന്നും വേണ്ടാന്ന്. ശരിക്കും കല്യാണം നടക്കാൻ പോകണമെന്ന് ഋതിക മാഡം അറിഞ്ഞ പാവം. എന്താ രാജു ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല മാഡം. വർമ്മ സാർ എന്നെ കോൾ ചെയ്തിരുന്നു. അത്യാവശ്യമായിട്ട് സാറിന് എവിടെയോ പോണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാഡം ട്യൂഷനിലാണെന്നും മാഡത്തോട് ചോദിച്ചിട്ട് വരാമെന്നും. രാജു, രാജു എന്ത് പണിയായി കാണിച്ചേ? അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ അതിലും വലുതാണോ ഈ ട്യൂഷൻ? അച്ഛൻ എന്തോർക്കും? വാ, ഇന്നത്തെ ട്യൂഷൻ മതി. വാ രാജു, നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജു എന്തെങ്ങനെ മേടിച്ചു നോക്കുന്നേ? അച്ഛൻ വിളിച്ചതല്ലേ, വൈകാതെ വീട്ടിലെത്താൻ നോക്കും. വാ. കേറും മാഡം. ഋതുമോള് വന്നല്ലോ. ആഹാ, മോളെ ട്യൂഷനൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട് ആന്റി. മോൾക്ക് ടെൻഷനൊന്നും വേണ്ട. മോൾ എക്സാം പാസ്സാവും. മോക്ക് കുക്കിംഗ് ഒക്കെ അറിയാമോ? പിന്നെ ഋതുമോള് നന്നായി കുക്ക് ചെയ്യും അല്ലേ മോളെ? എങ്കിൽ ഋതിക മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ചായ കുടിച്ചുകളെ അല്ലേ? അതെ അതെ. അങ്ങനെ ആ കാര്യത്തിനൊരു തീരുമാനമായി. എന്താ മോളെ മടിച്ചു നിൽക്കുന്നത്? കിച്ചണിലേക്ക് ചെന്ന്
നല്ല 2 ചായ അങ്കിളിനും ആന്റിക്ക് ഉണ്ടായിക്കൊണ്ടുവാ. ശരി അങ്കിൾ. യാമിനി, നീ ഇവിടെ നിക്ക്. ഇവിടെ ഇവരൊക്കെ ഇരിക്കുമല്ലേ? ഈശ്വര, ഋതിക മാഡത്തിന് ചായ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. യാമിനി മാഡത്തിനെ അംബിക മാഡം തടഞ്ഞു. എങ്ങനെയെങ്കിലും ഋതിക മാഡത്തെ ഒന്ന് സഹായിക്കണം. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല? സർ, ഒരു മിനിറ്റ്. ഹലോ. ദൈവമേ, പണിയായല്ലോ. ആ ആന്റി എന്നോട് കാണിച്ച സ്നേഹം ഒറ്റ ദിവസം കൊണ്ട് എന്റെ ചായ കുടിച്ച ഇല്ലാതാവും.